ഗാസയിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള പുതിയ ഭരണ സംവിധാനം ഉടൻ നിലവിൽ വരുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. രാജ്യാന്തര ബോർഡും ഫലസ്തീൻ സാങ്കേതിക വിദഗ്ധരുടെ സംഘവും ചേർന്നായിരിക്കും പുതിയ ഭരണ സംവിധാനത്തിന് നേതൃത്വം നൽകുന്നത്. ഇതിനോടൊപ്പം തന്നെ ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ വിദേശ സൈന്യത്തെ വിന്യസിക്കാനും തീരുമാനമായിട്ടുണ്ട്. ഗാസയുടെ പുനർനിർമ്മാണത്തിനും ഭരണനിർവഹണത്തിനുമായി പുതിയ സംവിധാനം ഉടൻ നിലവിൽ വരുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. രാജ്യാന്തര പ്രതിനിധികൾ ഉൾപ്പെടുന്ന ബോർഡ് ഓഫ് പീസ്, പാലസ്തീൻ സാങ്കേതിക വിദഗ്ധർ അടങ്ങുന്ന സമിതി എന്നിവ ഉൾപ്പെടുന്നതാകും ഈ പുതിയ ഭരണക്രമം. ഗാസയിൽ നിലവിലുള്ള വെടിനിർത്തൽ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം. ഭരണസമിതി നിലവിൽ വരുന്നതോടെ ഗാസയുടെ ദൈനംദിന കാര്യങ്ങളിൽ വ്യക്തമായ നേതൃത്വം ഉണ്ടാകുമെന്നും ഇത് മേഖലയിലേക്ക് വിദേശ സഹായ നിക്ഷേപവും എത്തുന്നതിന് സുരക്ഷിതമായ സാഹചര്യം ഒരുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹമാസിനെ ഭരണത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള ഈ പദ്ധതിയിൽ സമാധാന പരിപാലനത്തിനായി പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള രാജ്യാന്തര സുരക്ഷാ സേനയെയും വിന്യസിപ്പിക്കുമെന്നും റൂബിയോ വാഷിംഗ്ടൺ മാധ്യമങ്ങളോട് പറഞ്ഞു.